ഇത് കണ്ടോ, ഇന്ന് നമുക്ക് വീണ്ടും ഒരു പഴമയുടെ രുചിക്കൂട്ടുണ്ടാക്കിയാലോ? ചക്കക്കുരുവും മാങ്ങയും ചെമ്മീനും ഒക്കെ ഇട്ട ഒരു കറിയാണ്. അതിനായിട്ട് ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരുവും മാങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും ചെമ്മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചെമ്മീനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാമേ. മൺചട്ടിയിലാണ് വയ്ക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് ചക്കക്കുരുവും ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാമേ. ചക്കക്കുരുവിനാണല്ലോ കൂടുതൽ വേവുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടേ. അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പൊടിയായിട്ട് അരിഞ്ഞത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൃത്തിയാക്കി വെച്ച് ചെമ്മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മാങ്ങയും മുരിങ്ങക്കായ എൻ്റെ കയ്യിൽ ഇച്ചിരിയേ ഉള്ളായിരുന്നേ, അതും കൂടി ഇട്ട് കൊടുത്തേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. തേങ്ങ നന്നായി വറുത്ത ശേഷം അതിലേക്ക് 2 ചുവന്നുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വറുത്ത് അരച്ചെടുത്ത അരപ്പാണേ. ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കറിയൊന്ന് കുറുകി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാമേ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ചതച്ച മുളകും ഒക്കെ ഇട്ട് ഇതൊന്ന് കടുക് വറുത്തിടാമേ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കുറുകിയ ചാറോട് കൂടിയ ചക്കക്കുരു ചെമ്മീൻ കറിയെ. ഇത് പണ്ടങ്ങാണ്ട് ഞാൻ കൂട്ടിയിട്ടുള്ളതാണേ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീറ്റ്റൂട്ട് തോരനും നല്ല മോര് കറിയും നമ്മുടെ ഈ സൂപ്പർ ചെമ്മീൻ കറിയുമാണ് ഇന്നത്തെ ഐറ്റംസ്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് സൂപ്പറാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.